അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, എല്ലാവർക്കും കഥ ഇഷ്ടാണോ? എന്നാ നമുക്കൊരു കഥ കേട്ടാലോ? പണ്ട് പണ്ട് നമ്മുടെ മുത്ത് നബിയുടെ കാലത്ത് നടന്ന ഒരു കുഞ്ഞു കഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ. മദീനയിൽ ഒരു വികൃതിയായ കുട്ടിയുണ്ടായിരുന്നു. നല്ല കുട്ടിയാണ്, പക്ഷേ അവനൊരു ചീത്ത സ്വഭാവമുണ്ട്, ഒരു ദുസ്വഭാവം. കാണുന്ന മരത്തിനൊക്കെ കല്ലെറിയ. അത് നല്ല സ്വഭാവമാണോ? അല്ല, ചീത്ത സ്വഭാവമാണ് അല്ലേ? അത് ചെയ്യാഞ്ഞാൽ അവന് വല്ലാത്ത പൊറുതികേടാണ്. ഒരു ദിവസം കുട്ടി നടന്നു പോവുകയായിരുന്നു. നല്ല മുഴുത്ത കല്ലുകളുമായി ഒരു മരത്തിൻ്റെ അടുത്തെത്തി. തണൽ വീണ് കിടക്കുന്ന ആ മരത്തണലിൽ ഈന്തപ്പനകൾ കുലച്ചു നിന്നു. ഹായ്! കുട്ടിയുടെ കൈ ധരിച്ചു. അവൻ്റെ സ്ഥിരം പരിപാടി തുടങ്ങി. തൻ്റെ കയ്യിലുള്ള മുഴുത്ത കല്ലുകളെ എങ്ങനെ ഈന്തപ്പനയിലേക്ക് എത്തിക്കണം, എങ്ങനെ തനിക്ക് ഈന്തപ്പഴം കിട്ടും എന്നുള്ള ആലോചനയിൽ അവൻ ഓരോ കല്ലുകളും ആ മരത്തിൻ്റെ മുകളിലേക്ക് ഈന്തപ്പനയെ ലക്ഷ്യമാക്കി അവൻ ഏറ് തുടങ്ങി. വീണ്ടും വീണ്ടും എറിഞ്ഞു. പഴങ്ങൾ കൊഴിഞ്ഞു കൊഴിഞ്ഞ് താഴേക്ക് വീണു. കുറേ കഴിഞ്ഞു ഏറ് നിർത്തി. അടുത്ത പരിപാടി അതാ ആരംഭിച്ചു. വീണ പഴങ്ങൾ പെറുക്കിയെടുത്ത് തിന്നെ. വയറ് നിറഞ്ഞപ്പോൾ അവനതാ എണീറ്റ് പോയി. എന്നാൽ കല്ലെറിഞ്ഞാൽ അത് പനയ്ക്ക് കൊള്ളുമോ? അല്ലെങ്കിൽ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അറിഞ്ഞാൽ എന്നെ പിടിക്കുമോ എന്നൊന്നും ആ കുട്ടി ചിന്തിച്ചില്ല. അവൻ അങ്ങനെയൊന്നും ആലോചിച്ചിരുന്നില്ല. അവന് കിട്ടിയ സമയം കൊണ്ട് തനിക്ക് ഈന്തപ്പഴം കിട്ടണം, എന്തെങ്കിലും തിന്നണം, ഇതൊക്കെയാണ് നമ്മുടെ ആ കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നത്. അതാ ഒരു നാൾ അത് സംഭവിച്ചു. തോട്ടത്തിന്റെ ഉടമസ്ഥൻ പാർത്തിരുന്ന് ആ കുട്ടിയെ പിടിച്ചു. പല നാൾ ചെയ്ത കള്ളം ഒരു നാൾ പിടിക്കപ്പെടുന്നല്ലേ. അങ്ങനെ അവരവനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുത്ത് നബിയുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി. വല്ലാത്ത കുട്ടി നബിയെ നേരിട്ടത്. അദ്ദേഹം കോപിക്കുമോ? തന്നെ ശകാരിക്കുമോ? അവൻ നിന്ന് വിറച്ചു. പ്രവാചകനാകട്ടെ, നമ്മുടെ നബി എങ്ങനെയുള്ള ആളാണ്? വളരെ ശാന്തനായി, സൗമ്യനായി. എന്തിനാണ് കുഞ്ഞു നീ മരത്തിൽ കല്ലെറിയുന്നത്? വളരെ ശാന്തനായി സ്നേഹത്തോടെ നബി വെറുതെ അറിയാനെന്ന മട്ടില് കുട്ടിയോട് ചോദിച്ചു, നീ എന്തിനാ മോനെ കല്ലെറിയുന്നത്? എന്താണ് കാര്യം? അപ്പോ നമ്മുടെ കുട്ടി അതിനെന്താ പറഞ്ഞത് അറിയോ? ഈത്തപ്പഴം കിട്ടാനാ. എന്നിട്ടവന്റെ നിഷ്കളങ്കമായ ഒരു ചോദ്യം നമ്മുടെ മുത്ത് നബിയോട്, കല്ലെറിയാതെ എങ്ങനെയാ ഈത്തപ്പഴം കിട്ടുക? വിവേകമില്ലാത്തത് കൊണ്ടാണ്, ഒരു ബുദ്ധിയും കഥയൊന്നുമില്ല, അറിവില്ലാത്തത് കൊണ്ടാണ് ഈ കുട്ടി തെറ്റ് ചെയ്യുന്നതെന്ന് നമ്മുടെ പ്രവാചകൻ മുത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. ആ കുട്ടി ഒരു ക്രൂരനല്ലെന്നും വകതിരിവില്ലാത്തവനാണെന്നും എന്ന് മാത്രം കൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ കല്ലെറിയുന്നതെന്നും നമ്മുടെ മുത്തു നബിക്ക് മനസ്സിലായി. നയത്തില് തഞ്ചത്തില് കുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞാൽ കുട്ടി ഇത് തിരുത്തുകയേ ഉള്ളൂ എന്ന് നമ്മുടെ മുത്ത് നബിക്ക് മനസ്സിലായി. മുത്ത് നബി ആ കുഞ്ഞു മോനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ തുടങ്ങി. മോനെ, കുഞ്ഞു മോനെ, ഒരു മരത്തിനും കല്ലെറിയത് കേട്ടോ. നബി അവനെ സ്നേഹപൂർവ്വം തലോടിക്കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. എറിഞ്ഞാലേ മരത്തിന് പരിക്ക് പറ്റും, പിന്നെ അതിലൊരിക്കലും ഒരു പഴം ഉണ്ടാവില്ല, പിന്നെ നമുക്ക് കഴിക്കാൻ പഴം കിട്ടില്ല കേട്ടോ. മനസ്സിലായോ? തിന്നാനാണെങ്കിൽ പൊന്നുമോനെ താഴെ കിടക്കുന്നതൊക്കെ തിന്നോ, മരത്തിൽ ഒരിക്കലും എറിയാൻ പാടില്ല കേട്ടോ. അങ്ങനെ മുത്ത് നബി ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു. കൂട്ടുകാരെ, ഈ കഥ എല്ലാവർക്കും ഇഷ്ടായോ? നമുക്ക് പ്രപഞ്ചത്തിലെ ഈ ലോകത്തിലെ എല്ലാ സൃഷ്ടികളോടും കരുണ വേണം, എല്ലാവരോടും ദയ വേണം. മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കരുത്. മരങ്ങളായാലും പക്ഷികളായാലും മൃഗങ്ങളായാലും ആരോടും നമ്മൾ കരുണ കാണിക്കണം. അപ്പോൾ നമ്മുടെ സൃഷ്ടാവ് അള്ളാഹു നമ്മോട് കരുണ കാണിക്കും. കുഞ്ഞുമക്കൾക്ക് കഥ ഇഷ്ടമായോ? എന്നാൽ ഈ കഥയുടെ ഗുണപാഠം എന്താണ്? നമുക്ക് നമ്മുടെ മുത്ത് നബി കാണിച്ചു തന്നതുപോലെ മറ്റുള്ളവരെ എല്ലാവരോടും നമ്മൾ കരുണ കാണിക്കണം, കുഞ്ഞു മക്കളെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം, ദയ വേണം അല്ലേ? എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ നമ്മുടെ മുത്ത് നബി തങ്ങൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്
സ്വലാത്ത് ചെല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.